ആദായ നികുതിയും റവന്യൂ ഏജൻസികളും അന്വേഷിച്ചിരുന്ന എക്സാലോജി കമ്പനിക്കെതിരായ പരാതി വൻകിട സാമ്പത്തിക വഞ്ചനാ കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുകയും അതിൻ്റെ പരിധിയിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയെ ഉൾപ്പെടുത്തുകയും ചെയ്ത കേന്ദ്ര നടപടിയിൽ ആശങ്ക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എക്സാലോജിക് എന്ന കമ്പനി. ഈ കമ്പനി സ്ഥാപനത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും കൈപ്പറ്റിയ പണത്തിന്റെ ഇടപാടിനെ ചൊല്ലിയാണ് ആദായ നികുതി വകുപ്പ് സംശയം ഉന്നയിക്കുകയും പിന്നീട് ROC അന്വേഷണത്തിന് കൈമാറുകയും ചെയ്തത്. എന്നാൽ ഇതുവരെ രണ്ട് സ്വകാര്യ കമ്പനികൾക്കെതിരായ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് ഒരു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തെ കൂടി ഉൾപ്പെടുത്തിയതോടെ അന്വേഷണം മറ്റൊരു വഴിക്ക് നീങ്ങുമെന്നാണ് ഇടതുമുന്നണിയിലും സർക്കാർ തലത്തിലും ആശങ്ക. മാത്രമല്ല, എക്സാലോജി കമ്പനിക്കെതിരായ പരാതിക്കാരൻ ഷോൺ ജോർജും പിതാവ് PC ജോർജും BJP ലയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അന്വേഷണം ഉന്നത ഏജൻസിയെ ഏൽപ്പിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ സംഘമായ SFIO, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനാണ് അന്വേഷണം കൈമാറിയിരിക്കുന്നത്. അറസ്റ്റിനടക്കമുള്ള അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണിത്. പുതിയ സംഘം വരുന്നതോടെ നിലവിലെ ROCയുടെ 3 അംഗ സംഘം നടത്തുന്ന അന്വേഷണം അവസാനിപ്പിക്കും. എക്സാലോജിക്കും കരിമണൽ കമ്പനി CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് SFIO അന്വേഷിക്കുക. കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ 6 അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. അഡീഷണൽ ഡയറക്ടർ പ്രസാദ് ആദല്ലി, ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺ പ്രസാദ്, K പ്രഭു, A ഗോകുൽനാഥ്, KMS നാരായൺ, വരുൺ BS എന്നിവരാണ് സംഘത്തിൽ. അരുൺ പ്രസാദാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ. കാർത്തി ചിദംബരത്തിനെതിരായ എയർസെൽ മാക്സിസ് കേസ്, പോപ്പുലർ ഫിനാൻസ് ചിട്ടിത്തട്ടിപ്പ് കേസ്, വാസൻ ഐ കെയർ കേസ് അടക്കമുള്ള കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് സംഘത്തിലുള്ള അരുൺ പ്രസാദ്. നേരത്തെ എക്സാലോജിക് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും പണം വാങ്ങിയത് ചട്ടലംഘനമാണെന്ന് ROC കണ്ടെത്തിയിരുന്നു. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSTIC, KSIDC എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് SFIOയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അന്വേഷണ സംഘത്തിൽ നിലവിൽ ROC അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട്.